Hi friends. ഇന്നത്തെ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയാണ് ചിക്കൻ ബ്രെഡ് ബൈറ്റ്സ്. അപ്പം ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്, ഒരു വെറൈറ്റി സ്നാക്കാണ്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഉള്ളി 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. പിന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ചിക്കന് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ട് ഒന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത്, ഗരം മസാല, കുരുമുളക് പൊടി, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില, മല്ലിയില, പിന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് വെച്ചതാണ്, ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്, എന്നിട്ടാണ് മാഷ് ചെയ്തത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടി, പിന്നെ ബ്രെഡ് ക്രംസ്, മുട്ട, കുക്കിംഗ് ഓയിൽ, പിന്നെ ബ്രെഡിൻ്റെ സൈഡ് പാർട്സ് യൂസ് ചെയ്തിട്ടാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാന് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടാവട്ടെ. ഇത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിലും പിന്നെ ഉരുളക്കിഴങ്ങിലൊക്കെ ആദ്യം ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉപ്പ് ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഉള്ളി പച്ചമസാലകൾക്കുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടുള്ളൂ. നല്ല ഫൈൻലി ചോപ്ഡ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇതിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം, 2 ചെറിയ പച്ചമുളകാണ്. കാരണം ഇതിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇതൊരു നോർമൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന എരിവിലാണ് ഞാൻ കാണിക്കുന്നത്. നന്നായിട്ട് വഴറ്റിയിട്ട് ഇനി ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടാനുള്ളത് ക്യാരറ്റാണ്. ക്യാരറ്റ് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. നമ്മൾ ഈ സ്നാക്കിൽ കുറേ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ക്യാരറ്റ്, അതേപോലെ ഉരുളക്കിഴങ്ങ്, അത് ചിക്കനിൻ്റെ കൂടൊപ്പം തന്നെ ഇത് എല്ലാം തന്നെ ഇതിൽ അടങ്ങുന്നുണ്ട്. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇനി ഇതിൽ മല്ലിയിലയും കറിവേപ്പിലയും ഇടാം. ഇനി ഇതിലേക്ക് ഇടാനുള്ളത് ചിക്കനാണ്. ഒന്നും കൂടി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിൽ ചിക്കൻ ആഡ് ചെയ്യാം. ബോൺലെസ് ചിക്കന് വേവിച്ചതിന് ശേഷം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, നുറുക്കിയെടുത്തതാണ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യണം. ഗരം മസാല പൗഡറും ഒരു 1/2 ടീസ്പൂൺ, പിന്നെ കുരുമുളക് 1/2 ടീസ്പൂൺ,
അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി. കാരണം ഓൾറെഡി ചിക്കനിൽ നമ്മൾ മഞ്ഞൾ ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇതിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പം ഏകദേശം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് ആ ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്തതും കൂടി ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് അത് ആഡ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാലാണ് നമ്മൾ ബ്രെഡിലാണ് ഇത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിലൊന്ന് ഒതുങ്ങി കിട്ടണമെങ്കിൽ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. പൊട്ടാറ്റോയെല്ലാം നന്നായിട്ടൊന്ന് ഒടിഞ്ഞ് കിട്ടും. ഇതൊന്ന് ചൂടാറാൻ വെക്കാം. അപ്പോൾ ഇത് ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് ബ്രെഡൊന്ന് പരത്തിയെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പലക വെച്ചിട്ടുണ്ട്. ഓരോ ബ്രെഡായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ നന്നായിട്ട് പരത്തിയെടുക്കാം. ഇതേപോലെ നല്ല തിൻ ലെയർ ആയിട്ടുണ്ട്. 1 by 1 ആയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ പൊടിഞ്ഞു പോകാത്ത ബ്രെഡായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം എല്ലാ ബ്രെഡും ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ ഫില്ലിങ് ചൂടാറിയിട്ടുണ്ടാവും. ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ബ്രെഡിൽ ഫില്ല് ചെയ്തെടുക്കാം. ഓരോ ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ ബ്രെഡിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം. ഒട്ടണമെങ്കിൽ കുറച്ചൊരു നനവായി കൊടുക്കണം. ഇതേപോലെ ഓരോന്നും ഫില്ല് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ പൊട്ടിപ്പോവുകയാണെങ്കിൽ നമ്മൾ ഒന്ന് വെള്ളത്തിൽ കൈ നനച്ചിട്ട് അവിടെ ഇങ്ങനെ ഈ ബ്രെഡൊന്ന് ഇങ്ങനെ കൂട്ടി കൊടുക്കാം. ഇതിങ്ങനെ അവിടെ ക്ലോസ് ആയിക്കോളും. ഫില്ലിങ് കൂടുതൽ ഇടരുത്, കാരണം ഇതിൽ വളരെ എന്താ പറയുക സോഫ്റ്റായിട്ടുള്ള റാപ്പറാണ്. അപ്പം പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 എഗ്ഗ് വെച്ചിട്ടുണ്ട്. അതിൽ ഇത്തിരി ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്, ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം.
നമുക്ക് ഈ പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചതിൽ നമുക്ക് ഓരോന്നായിട്ട് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1 by 1 ആയിട്ട് ഇതേപോലെ ഇങ്ങനെ ഇതേപോലെ നമുക്ക് കോട്ട് ചെയ്തിട്ട് വെക്കാം. ഇതിലേക്ക് പാൻ ചൂടായിട്ടുണ്ട്, ഇതിൽ ഓയിൽ ഒഴിച്ച് വെക്കാം. ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് ഇത് ഓരോന്നായിട്ട് നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ടെടുക്കാം. നമ്മൾ സാധാരണ കട്ട്ലേറ്റ് പൊരിക്കുന്ന പോലെ തന്നെയാണ് ഇത്. ഇപ്പം ഇവിടെ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്തോളും. ഓക്കെ, ഇത് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് കുക്കാവട്ടെ. അപ്പോഴത്തേക്ക് ബാക്കിയും കൂടി നമുക്ക് കോട്ട് ചെയ്തിട്ടെടുക്കാം. ബ്രെഡ് ആയത് കാരണം മുട്ട നന്നായിട്ട് കുടിക്കും. പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇത് ഏകദേശം ബ്രൗൺ കളർ ആകുന്നുണ്ട്, ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ടേൺ ചെയ്തിട്ട് കൊടുക്കണം. ഇത് 1 സൈഡ് കുക്കായിട്ടുണ്ട്, ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ടേൺ ചെയ്തിട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഗോൾഡൻ കളറാവും. അപ്പം പിന്നെ നല്ല ഒന്ന് ഓയിൽ നല്ല ചൂടാകുമ്പോൾ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായതിന് ശേഷം നമുക്ക് ടേൺ ചെയ്തിട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ പിന്നെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ പരത്താനും ഇതൊക്കെ കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഇതാകുമ്പോൾ ബ്രെഡാണ്, ബ്രെഡൊന്ന് പരത്തിയെടുത്താൽ മതി. ബാക്കി ഫില്ലിങ് അതിൽ വെച്ചിട്ട് ഇതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പം മാത്രമല്ല ഇതിൽ വെജിറ്റബിൾസും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പം ഹെൽത്തിയും കൂടിയാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. നല്ല സോസ്, ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഓക്കെ, ഇതിപ്പം 2 സൈഡും ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രിപ്പും കൂടി കുക്കായിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. ഓരോന്നായിട്ട് കോരിയെടുക്കാം. ഓയിൽ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ടെടുക്കണം ഇതേപോലെ. കാരണം ബ്രെഡ് ആയത് കാരണം നല്ല ഓയിൽ കുടിക്കും. നന്നായിട്ടൊന്ന് ഓയിൽ ഡ്രെയിൻ ചെയ്യണം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ബ്രെഡ് ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റിയാണ്. So in our coming episodes I will be back with more variety snacks. Keep watching.